ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ക്രെഡിറ്റ്, അതിന്റെ പ്രധാനപ്പെട്ട 2 റൂളുകളെ കുറിച്ചും, അമേരിക്കൻ റൂള് ആദ്യം നമ്മൾ പഠിച്ചു, രണ്ടാമതായിട്ട് ബ്രിട്ടീഷ് റൂളും നമ്മൾ പഠിച്ചു. അതിനുശേഷം ജേണൽ എൻട്രി എന്ന് പറയുന്ന ഒരു സംഗതി എഴുതി. അതായത് കുറെ ട്രാൻസാക്ഷൻ തന്നു, ആ ട്രാൻസാക്ഷൻ പ്രകാരം ഡെബിറ്റ് ക്രെഡിറ്റ് തരംതിരിച്ചുകൊണ്ട് കുറെ കോളം ഒക്കെ വരച്ച് അതിനുശേഷം അതിൻ്റെ അകത്ത് കാര്യങ്ങൾ എഴുതി അതിന്റെ നറേഷൻ കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു കണക്ക് നമ്മൾ കംപ്ലീറ്റഡ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന നമുക്ക് ഇന്ന് കണക്ക് ചെയ്യാനുണ്ട്. കുറച്ച് കണക്ക് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LF എന്നുള്ള ചെറിയ സാധനം വിട്ടത്, അതുപോലെ പറയാതെ ഞാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ജേണൽ എൻട്രി കംപ്ലീറ്റഡ് ആയിട്ട് ബോർഡും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇന്ന് വീണ്ടും മറ്റൊരു ജേണൽ എൻട്രി ചെയ്യും. അതായത് കഴിഞ്ഞ ക്ലാസ്സിലെ കണക്ക് മനസ്സിലാക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, അത് നന്നായിട്ട് ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇനിയും എന്തൊക്കെയോ മനസ്സിലാകാത്തത് ഉണ്ട് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് അത് ക്ലിയർ ആവുന്നത് ആയിരിക്കും. ദാറ്റ് ഐ മീൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ ജേണൽ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഡേറ്റ്, പർട്ടിക്കുലർ, JF, എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയ ആദ്യത്തെ ജേണൽ എൻട്രി നിങ്ങളുടെ നോട്ട് ബുക്ക് മറച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അജയ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ഇങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. അജയ് ക്യാപിറ്റൽ ക്രെഡിറ്റ് 25,000. എമൗണ്ട് തന്നെയാണോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല, അത് കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ ജേണൽ എൻട്രി എഴുതിയത്. ജേണൽ എൻട്രി, ഈ വരച്ച സാധനത്തിന് നമ്മൾ എന്താ പറയാ? ജേണൽ. ഓക്കെ, ആ ബുക്കിന് ഡേ ബുക്ക്, ജേണൽ എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാ ഈ എഴുതുന്ന പുസ്തകത്തിന്. ഓക്കെ, വേർ ദി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ബുക്ക് ഈസ് കോൾഡ് ജേണൽ. എന്താ? വേർ ദി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ബിസിനസ് കൺസേൺ that particular book is called journal or day book. ഇനി അത് എഴുതിയ സാധനം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ജേണൽ എൻട്രി എന്ന് പറയാം. എന്താ പറയാ? ജേണൽ എൻട്രി. ജേണൽ എൻട്രി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജേണൽ എന്ന് പറയുന്ന ബുക്കിന്റെ അകത്ത് എൻറ്റർ ചെയ്തതല്ലേ, അല്ലെ? അതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്ത സാധനത്തിനെ ജേണൽ എൻട്രി എന്ന് വിളിക്കും, അല്ലെ? അപ്പോ എന്താണ് ജേണൽ എൻട്രി എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. The transactions recorded in a journal, including debit and credit. Such transactions are called journal entry. അല്ലേ? ഡെബിറ്റും ക്രെഡിറ്റും എല്ലാം ഉൾപ്പെടെ ഈ ജേണൽ എന്ന് പറയുന്ന, ഡേ ബുക്ക് എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജേണൽ എൻട്രി എന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വെക്കണം. അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതിത്തരാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്ക്, ജേണൽ എൻട്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ദി ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദി ജേണൽ ഇൻക്ലൂഡിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റും ഉൾപ്പെടെ ജേണൽ എന്ന് പറയുന്ന ഈ ബുക്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ, അതായത് അതിന്റെ ആ രൂപം, ദാറ്റ് ഈസ് കോൾഡ് ജേണൽ എൻട്രി. നിങ്ങളിങ്ങനെ ജയ് എന്നൊന്നും എഴുതി വെക്കാൻ പാടില്ല, ജേണൽ എൻട്രി എന്ന് തന്നെ എഴുതണം. അങ്ങനെ ചുരുക്കി ഷോർട്ടാക്കിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല. പഠിക്കുമ്പോൾ നമുക്ക് പലതും ഷോർട്ടൊക്കെ ആക്കി പഠിക്കാം, പക്ഷെ എഴുതുമ്പം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജേണൽ എൻട്രി എന്ന് കംപ്ലീറ്റ് എഴുതണം. ഓക്കെ, അപ്പൊ ഇതാണ് ജേണൽ എൻട്രി. അപ്പൊ ജേണൽ എന്താന്ന് ചോദിച്ചാൽ അറിയാം, ജേണൽ എൻട്രി എന്താന്ന് ചോദിച്ചാൽ അറിയാം. ഓക്കെ, പിന്നെ ഞാൻ ഇന്നലെ നറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിരുന്നു. നറേഷൻ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതരാം. നറേഷൻ, NARRATION, നറേഷൻ. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എന്താ? വളരെ ചുരുക്കിയിട്ട് ആ നടന്ന ട്രാൻസാക്ഷനെ നമ്മൾ എഴുതി കാണിച്ചിട്ടുള്ള സംഗതി. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, വളരെ ചുരുക്കി എഴുതിയിട്ടുള്ള ഒരു സാധനം, ദാറ്റ് ഈസ് നറേഷൻ. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഡാഷ് ഈസ് ദി ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ജേണൽ എൻട്രി. അപ്പൊ നിങ്ങൾക്ക് പറയണം ഉത്തരം എന്ത്? നറേഷൻ. അത് ജേണൽ എൻട്രി എഴുതി അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതുക. അത് ആദ്യമൊക്കെ എഴുതുമ്പോൾ ബീയിങ് എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ കാര്യമാക്കണ്ട. ബീയിങ് ഒക്കെ വെച്ചിട്ടായിരുന്നു പഴയ ടെസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ബീയിങ്, അല്ലേ,
ഇൻവെസ്റ്റഡ് ക്യാഷ് ഇൻ ടു ബിസിനസ്, അങ്ങനെയൊക്കെയാണ് എഴുതുക. അതൊന്നും വിഷയമല്ല. ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു. ഇനി നമുക്ക് വേറെ ഒരു സാധനം പറയാനുണ്ട്. ഇതാണ് ജേർണലൈസിങ്. ഇതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജേർണലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ജേർണൽ അല്ലെങ്കിൽ ഡേ ബുക്ക്, ഈ എഴുതിയതിനെ ജേർണൽ എൻട്രി അല്ലെ, എൻ്റർ ചെയ്തതിന് എൻട്രി. ഇനി ഈ എൻ്റർ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അതായത് ഒരു അക്കൗണ്ടന്റ് ജേർണൽ എന്ന് പറയുന്ന ഡേ ബുക്ക് എന്ന് പറയുന്ന ഈ ബുക്കിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ എഴുതുമല്ലോ, പകർത്തി എഴുതുമല്ലോ. ഓരോ വൗച്ചർ അല്ലെ ബില്ല് നോക്കിയിട്ട് ഒന്ന് എൻ്റർ ചെയ്യും, അടുത്ത ബില്ല് നോക്കിയിട്ട് എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, പ്രവൃത്തിയെയാണ്, ആ ആക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേർണലൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ജേർണൽ ഓർ ഡേ ബുക്ക് എന്താന്ന് പറഞ്ഞു, ജേർണൽ എൻട്രി എന്താന്ന് പറഞ്ഞു, ജേർണലൈസിങ് എന്താണെന്ന് പറഞ്ഞു. മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്പരം കറക്റ്റ് വളരെ അടുത്ത് നിൽക്കുന്ന ടേമുകളാണ്, മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ദി പ്രോസസ് ഓർ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ എ ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിങ്. ഓക്കെ, ഇനി ജേർണൽ എന്ന് പറഞ്ഞാൽ എന്താ? ജേർണൽ ഈസ് എ ഡേ ബുക്ക് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓഫ് ബിസിനസ്, അതാണ്. ഇനി ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് റെക്കോർഡഡ് ഇൻ ജേർണൽ, എന്താണോ ജേർണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ജേർണൽ എൻട്രി. ദി പ്രോസസ് ഓഫ് ദാറ്റ് റെക്കോർഡിംഗ്, ആ റെക്കോർഡ് ചെയ്യുന്ന പ്രവൃത്തിയെ, ആ ഒരു ജോലിയെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? ജേർണലൈസിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജേർണൽ, ജേർണലൈസിങ്, ജേർണൽ എൻട്രി. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങാം. ശരി, ഇനി നമ്മൾ രണ്ടാമത്തെ കണക്കാണ് ചെയ്യാൻ പോകുന്നത്. അതായത് +1 അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ടാമത്തെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് തരാം. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നിങ്ങളുടെ നോട്ടിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് പറയും, നിങ്ങൾ അത് എഴുതിയെടുക്കുക. അതിനുശേഷം അതിന്റെ ആൻസർ നിങ്ങൾ തന്നെത്താൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഒരു റഫ് പേപ്പർ എടുത്തിട്ട് അതിൽ ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങൾ കാണേണ്ടതുള്ളൂ. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇത് ഞാൻ പറയുന്ന കാര്യം കോപ്പി അടിച്ച് എഴുതി വെക്കുന്ന ഒരു പരിപാടിയായി പോകും. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾക്കത് കണക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറയുന്ന അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾ ഈ ചോദ്യം നോട്ടിൽ എഴുതിയെടുക്കുക, അതിന്റെ ആൻസർ നിങ്ങൾ റഫ് പേപ്പറിൽ എഴുതുക. എന്നിട്ട് ഞാൻ പറയുന്ന ഉത്തരവുമായിട്ട് അത് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് അത് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ആൻസർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്കിൽ നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. ശരി, എല്ലാ ആൾക്കാരും ആ ഞാൻ പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എഴുതി എടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ എഴുതാം. ഇന്നലെ നമ്മൾ ഒരു സാധനം വിട്ടതുണ്ട് അല്ലെ, LF, അത് ഞാനിപ്പോ പറയും. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ. നോക്കിക്കോ, നിങ്ങളെ നോട്ടിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ എഴുതി വെച്ചിട്ടുണ്ടാവുക ജേർണലൈസ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്ക് ഓഫ് സാം എന്നായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് എഴുതുക, എന്നിട്ട് സാം എന്ന് എഴുതി വെക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യന് നമ്പർ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള സംഗതിയാണ്. ഇന്നലെ എഴുതിയ ആ ജേർണലിന് 1 എന്നും ഇന്നത്തേത് 2 എന്നും പേര് കൊടുക്കണം. ഇന്നലെ അജയ് ആയിരുന്നു, ഇന്ന് സാം ആണ്. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ നോക്ക്, 2015 ജനുവരി 1. അപ്പൊ നിങ്ങൾ ഡേറ്റ് ഇവിടെ എഴുതും, 2015 ജനുവരി 1. ഓക്കെ, ജനുവരി 1 എന്ന് എഴുതുക. സാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 15,000 ആണ്. ഓക്കെ, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ എഴുതി വെച്ച ആൻസറും ഞാനിപ്പം പറയാൻ പോകുന്ന ആൻസറും തമ്മിൽ കമ്പയർ ചെയ്യുക. ശരിയാണെങ്കിൽ ശരി ഇടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ഓക്കെ, എന്തെങ്കിലും തെറ്റ് പറ്റി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും. സാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 15,000, 15,000 രൂപ വെച്ച് സാം എന്ന് പറയുന്ന വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് പൈസ ഇങ്ങോട്ട് വരുന്നു, സാം ആണ് ആ പൈസ മുതലിറക്കുന്നത്. ജേർണൽ എൻട്രി എഴുതുക, ക്യാഷ് അക്കൗണ്ട് DR ടു സാം ക്യാപിറ്റൽ. ഓക്കെ, 15,000. നമ്മുടെ നറേഷൻ എന്താ? സാം സ്റ്റാർട്ടഡ് ബിസിനസ്, സാം സ്റ്റാർട്ടഡ് ബിസിനസ്. നറേഷൻ ക്ലോസ് ചെയ്യുക. ഈ പർട്ടിക്കുലർ കോളവും അങ്ങനെ തന്നെ വരഞ്ഞ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, ഞാനിവിടെ LF എന്നുള്ള കോളം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മളിങ്ങനെ പറയാണ്ട് ഇട്ട സാധനം, അതിനെപ്പറ്റി ഇപ്പം ഞാൻ പറയാം. LF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജർ ഫോളിയം എന്നാണ് അർത്ഥം. മീനിങ് ലെഡ്ജർ
ഫോളിയം, FOLUMN. ലെഡ്ജറിന്റെ നമ്പർ എന്നാണ്. എന്താ ലെഡ്ജർ? ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ക്യാഷ് എന്നുള്ളത് ഒരു ലെഡ്ജറാണ്. അക്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ലെഡ്ജർ. അതായത് ഞാൻ പറഞ്ഞിരുന്നു ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, പിന്നെ അതുപോലെ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, അല്ലെ? ഇങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ട്. ഈ അക്കൗണ്ടിനെ തന്നെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ലെഡ്ജറിന്റെ നമ്പർ എന്നാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് ലെഡ്ജർ അക്കൗണ്ട് തന്നെയാണ്. ഒന്ന് നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി സാം ക്യാപിറ്റൽ എന്നുള്ളത് രണ്ടാമത്താണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ഓരോന്ന് പറയും തോറും അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി പോകാം. രണ്ടാമത്തെ നോക്ക്, ട്രാൻസാക്ഷൻ പെയ്ഡ് ഇൻ ടു ബാങ്ക്. അതായത് 3-ാം തീയതി ബാങ്കിലേക്ക് നിങ്ങൾ പൈസ ഇട്ടു എന്നാണ്. എത്രയാ ഇട്ടത്? 5000 രൂപയാണ് ഇട്ടത്. അപ്പൊ ഡേറ്റ് ഇവിടെ എഴുതുക 3, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലാണ് പൈസ കിട്ടുന്നത്, നമ്മുടെ കയ്യിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്, അല്ലെ? ടു എന്ന് എഴുതുക, ടു ക്യാഷ്. എത്രയാ? 5000. നറേഷൻ കൊടുക്കുക. ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എഴുതുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, ഈ ലെഡ്ജർ ഫോളിയോ LF എന്നുള്ള കോളം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ 1, 2 എഴുതിയല്ലോ. ഇനി മൂന്നാമത്തത് ബാങ്ക് എന്നുള്ളതിന് മൂന്നാമത്തെ ലെഡ്ജർ ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ അക്കൗണ്ട് ആണ് ആ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണോ? ക്യാഷ് എന്ന് വീണ്ടും വന്നു. അപ്പോ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ക്യാഷ് അക്കൗണ്ട് വരക്കുള്ളൂ. അതിന്റെ അടിയിലോട്ട് നമ്മൾ ക്യാഷ് എല്ലാം എഴുതും. എത്ര ക്യാഷ് കിട്ടിയോ അതെല്ലാം അതിൽ എഴുതും. ഓക്കെ, അപ്പൊ ഓൾറെഡി 1 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാഷിന്റെ നമ്പർ എപ്പോഴും എന്ത് തന്നെയാ? 1 തന്നെയാ. അതായത് പുതിയൊരു അക്കൗണ്ട് അല്ലെങ്കിൽ ലെഡ്ജർ വരുമ്പോഴേ അതിനൊരു പുതിയ നമ്പർ കൊടുക്കുള്ളൂ. ഒരിക്കലും ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് എപ്പോഴും. അപ്പൊ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഒരിക്കൽ വന്നു, ആ ക്യാഷ് അക്കൗണ്ട് നമ്പർ 1 ആണ്, 1 തന്നെ ഇവിടെയും കൊടുക്കുക. ക്യാപിറ്റൽ എന്നുള്ള മറ്റൊരു അക്കൗണ്ട് ആണ്, 2 കൊടുത്തു. ബാങ്ക് എന്നുള്ള മറ്റൊരു അക്കൗണ്ട് ആണ്, 3 കൊടുത്തു. ഇനി ക്യാഷ് എപ്പം വന്നു കഴിഞ്ഞാലും 1 തന്നെയാണ്. ക്യാപിറ്റൽ എവിടെ എല്ലാം വന്നു കഴിഞ്ഞാലും 2 തന്നെയാണ്. ബാങ്കിന് എവിടെ ട്രാൻസാക്ഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാലും 3 തന്നെയാണ് അതിന്റെ നമ്പർ, ലെഡ്ജറിന്റെ ഫോളിയോ നമ്പർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൃഷ്ണ 1500, അല്ലെ? അത് 5-ാം തീയതിയാണ്. അപ്പൊ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യാ? 5. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൃഷ്ണ. കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചു. 1500 രൂപയുടെ സാധനമാണ് മേടിച്ചത്. അപ്പോ ഇങ്ങോട്ട് വരുന്നത് എന്താ? ബിസിനസ്സിലേക്ക് വരുന്നത് സാധനമാണല്ലോ. ഞാൻ കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് സാധനം മേടിക്കുന്നു. അപ്പം ബിസിനസ്സിലേക്ക് വരുന്നത് സാധനമാണ്. ആ സാധനം മേടിക്കുന്നതിനെ വരുന്നതിനെ നമ്മൾ പർച്ചേസ് എന്നാണ് വിളിക്കുക. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, പർച്ചേസ് അക്കൗണ്ട് DR 1500. ഓക്കെ, ഇനിയോ പൈസ കൊടുത്തിട്ടാണോ ഈ സാധനം നമ്മൾ മേടിച്ചത്? പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഫോർ ക്യാഷ് എന്ന് അവിടെ തന്നിട്ടുണ്ടാകും. ഇവിടെ പൈസ കൊടുത്തിട്ടല്ല മേടിച്ചത്. കാരണം കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അവിടെ തന്നത്. ഒരു വ്യക്തിയുടെ പേര് തന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ കൃഷ്ണ എന്ന് പറയുന്ന അടുത്ത് സാധനം വാങ്ങിച്ചു, പൈസ കൊടുത്തിട്ടില്ല. കൃഷ്ണ ഈസ് അവർ ക്രെഡിറ്റർ. ഓക്കെ, അപ്പോ ആ പേരാണ് ഇവിടെ എഴുതേണ്ടത്, ടു കൃഷ്ണ അക്കൗണ്ട്, അല്ലെ? നറേഷൻ എന്ത് എഴുതുക? പർച്ചേസ്ഡ് ഫ്രം കൃഷ്ണ, പർച്ചേസ്ഡ് ഫ്രം കൃഷ്ണ എന്ന് എഴുതുക, പർച്ചേസ്ഡ് ഫ്രം കൃഷ്ണ. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യാം? 1500 ഇവിടെ എഴുതാം. അതിനുശേഷം നമ്മൾ ലെഡ്ജർ ഫോളിയോയിലേക്ക് വരിക. ലെഡ്ജർ ഫോളിയോ LF. നോക്ക്, പർച്ചേസ് എന്നുള്ളത് ഒരു പുതിയ സാധനമാണല്ലോ. അപ്പോൾ ലാസ്റ്റ് എഴുതിയ നമ്പർ 3 ആണ്, ഇതിന് 4 കൊടുക്കുക. കൃഷ്ണ എന്ന് പറയുന്ന ഒരു പുതിയ ക്രെഡിറ്റർ ആണല്ലോ, അപ്പൊ അതിന് 5 കൊടുക്കുക. സംഭവം തിരിഞ്ഞ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് വേറെ വേറെ വരക്കും. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഹെഡിങ് കൊടുത്തിട്ട് എവിടെയെല്ലാം ക്യാഷ് കിട്ടിയോ പോയോ അതൊക്കെ അതിന്റെ അടിയിൽ എഴുതും. അപ്പൊ ആ 1 കഴിഞ്ഞു. എന്നിട്ടാണ് അതിന്റെ ടോട്ടലൊക്കെ കണ്ടുപിടിക്കുക. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യും, നമുക്ക് അവിടെ പറയാം. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത്രയും നിങ്ങൾ നോക്കിയിട്ട് തെറ്റെന്തെങ്കിലും ഉണ്ടോ, ശരിയുണ്ടോ,
നിങ്ങൾ കമന്റ് ചെയ്യണം എത്ര ശരിയാക്കി എത്ര തെറ്റിച്ചു. ഇപ്പൊ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 5-10 ഉണ്ട്. ആ 10 10 ശരിയാക്കിയ ആൾക്കാർ 10 എന്ന് പറയണം. വെറുതെ പറയരുത്, സത്യം പറയാവൂ. 9 ശരിയാക്കിയ ആൾ 9 എന്ന് പറയണം. ഇവിടെ നിങ്ങൾ 9 ശരിയാക്കി എന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ 9 അതിന്റെ മുകളിലോട്ട് നിർബന്ധമായിട്ട് ശരിയാക്കണേ. അല്ലാണ്ട് താഴോട്ട് പോകരുത്. 1-ന് 9 ശരിയാക്കി അടുത്ത കണക്ക് ചെയ്യുമ്പോൾ 8 ശരിയുള്ളൂ, പിന്നെ ഒന്ന് ചെയ്യുമ്പോൾ 4 ശരിയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാവില്ല. അതിന്റെ മുകളിലോട്ട് എപ്പോഴും കൂടി വരണം. ഓക്കെ, ഇനി ഞാൻ അടുത്ത ട്രാൻസാക്ഷൻ വായിക്കാം. അതിവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, നമുക്ക് 4ാമത്തെ ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളെ ചോദ്യം നോക്ക്. സോൾഡ് ഗുഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. 7-ാം തീയതി ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ സാധനം വിറ്റു. എത്ര രൂപയുടെ സാധനം വിറ്റത്? 400 രൂപയുടെ സാധനമാണ് വിറ്റത്. അപ്പൊ ജോണിന് വിറ്റു, നമ്മളെ കയ്യിലുള്ള സാധനം ജോണിന്റെ കയ്യിലോട്ട് പോയി, എൻ്റെ അസറ്റ് പോയി അല്ലെ, ഗുഡ്സ് പോയി. പകരം നമുക്ക് ക്യാഷ് കിട്ടേണ്ടതാണ് ആക്ച്വലി. പക്ഷേ ഇവിടെ ജോൺ നമുക്ക് പൈസ തന്നിട്ടില്ല. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓൺ ക്രെഡിറ്റ് എന്ന്. ഇനി ക്രെഡിറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ജോൺ എന്ന് തന്നത് കൊണ്ട് നമ്മൾ എന്ത് തന്നെയാണെന്ന് മനസ്സിലാക്കണം. അത് ക്രെഡിറ്റിനാണ്, കടത്തിനാണ്. കാരണം ആളെ പേര് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു എന്ത് കടത്തിനാണെന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് നോക്കാം. ഇവിടെ ജോണിനാണ് കിട്ടിയത് അല്ലെ. ജോൺ എന്ന് പറയുന്നത് റിസീവർ ആണ്. റിസീവറെ നമ്മൾ എപ്പോഴും ഡെബിറ്റ് ആണ് ചെയ്യുക. ജോൺ അക്കൗണ്ട് ഡെബിറ്റ്, ജോൺ അക്കൗണ്ട് DR ടു സെയിൽസ്. ഓക്കെ, സോൾഡ് ഗുഡ്സ് ടു ജോൺ എന്ന് എഴുതുക. സോൾഡ് ഗുഡ്സ് ടു ജോൺ. എത്ര എമൗണ്ട്? 400 രൂപ. 400 രൂപയാണ് അല്ലെ, 400 രൂപ. ഓക്കെ, നേരത്തെ നമ്മൾ 4ഓ 5ഓ എത്രയായിരുന്നു എഴുതിയത്? നമ്പർ, ഫോളിയോ നമ്പർ 4ആണെന്ന് എനിക്ക് തോന്നുന്നു. 3, 4, 5ആന്ന് തോന്നുന്നു അല്ലെ. ഇനി 6 എന്ന് എഴുതുക, 7 എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതി പോയാൽ മതി. ഇനി ഞാനിത് അഥവാ പറയാൻ വിട്ടുപോയി കഴിഞ്ഞാലും നിങ്ങൾ അതിനെ കൃത്യമായിട്ട് എഴുതിക്കൊള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, സംഭവം മനസ്സിലായല്ലോ. ഓക്കെ, ഇതാണ് സംഭവം. ഗുഡ്സ് ടു ജോൺ. ക്ലിയർ? ഇത് എത്ര ആൾ ശരിയാക്കിയിരുന്നു നോക്കുക. സ്വന്തം ശരിയാണെങ്കിൽ അതിന് ശരിയിടുക, മാർക്ക് കിട്ടോ, 1 മാർക്ക്. ഓരോന്ന് ശരിയാകുമ്പോൾ ഓരോ മാർക്കാണേ. ഇപ്പോൾ 5 എണ്ണം പറഞ്ഞു നമ്മൾ, അല്ല 4 എണ്ണം പറഞ്ഞു നമ്മൾ. 4 ശരിയായിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. നിങ്ങളെ പരീക്ഷക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമായത് ഫസ്റ്റ് തന്നെ ഉള്ളത്. ഈ അടുത്താണ് ഇത് 8 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കൽ തുടങ്ങിയത്. പണ്ടൊന്നും ഇത് ചോദിക്കില്ലായിരുന്നു, കാരണം അത്ര സിമ്പിൾ ആണ്. പക്ഷെ ഇപ്പൊ അടുത്തടുത്ത് ഇതും ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. കഴിഞ്ഞ വർഷം ചോദിച്ചു, അതിന്റെ മുമ്പത്തെ വർഷം ചോദിച്ചു, ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്കാണ് കിട്ടുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. 10-ാം തീയതി ഞാൻ ഇവിടെ 10 ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. റിട്ടേൺഡ് ഗുഡ്സ് ടു കൃഷ്ണ. റിട്ടേൺഡ് ഗുഡ്സ് ടു കൃഷ്ണ, അത് ഞാൻ ഇവിടെ എഴുതാം. റിട്ടേൺഡ് ഗുഡ്സ് ടു കൃഷ്ണ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവും. റിട്ടേൺഡ് ഗുഡ്സ് ടു കൃഷ്ണ. കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിന്റെ അടുത്ത് നമ്മൾ സാധനം മേടിച്ചു എന്നല്ലേ പറഞ്ഞത് നേരത്തെ? നോക്ക്, നിങ്ങളെ 3ാമത്തെ ട്രാൻസാക്ഷൻ, അതായത് 5-ാം തീയതി എഴുതിയിട്ട് 3ാമത് എഴുതിയ ട്രാൻസാക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിന്റെ അടുത്ത് 1500 രൂപയുടെ സാധനം നിങ്ങൾ മേടിച്ചു. ആ സാധനത്തിൽ നിന്ന് കുറച്ച് രൂപയുടെ സാധനം നിങ്ങൾ ഇവിടെ തിരിച്ചു കൊടുക്കുകയാണ്. എത്ര രൂപയുടെ ആണ്? 350 രൂപയുടെ. ഇത് അപ്പോ 1500 രൂപയുടെ സാധനം മേടിച്ചു, അതിൽ 350 രൂപയുടെ എന്തോ സാധനത്തിന് എന്തോ പ്രശ്നം, എന്തോ കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു? റിട്ടേൺ ബാക്ക് ടു കൃഷ്ണ. അപ്പൊ കൃഷ്ണക്ക് എന്നെ തിരിച്ചു കൊടുത്തു. അപ്പൊ നമ്മളെ കയ്യിലുള്ള സാധനം അങ്ങോട്ട് പോയി. എങ്ങനെയാ പോയത്? വിറ്റതാ? നോ, നമ്മൾ നേരത്തെ മേടിച്ചതായിരുന്നു, ഇപ്പൊ അത് തിരിച്ചു കൊടുത്താ. അപ്പൊ വാങ്ങിയ സാധനം തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. വാങ്ങുക എന്ന് വെച്ചാൽ പർച്ചേസ്, അത് തിരിച്ച് അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ. ഗോട്ട് ഇറ്റ്? അതാണ്. അപ്പോ പർച്ചേസ് റിട്ടേൺ അല്ലെ. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയതാണല്ലോ. പോകുമ്പോൾ സാധനം പോയി എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റിലാണ് വരിക അല്ലെ. അസറ്റ് കുറയാണ്, അപ്പൊ ക്രെഡിറ്റിലാണ് പർച്ചേസ് റിട്ടേൺ വരേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ ഡെബിറ്റ് കിട്ടണം ആദ്യം. എന്താ? ആരെ കയ്യിലോട്ടാ പോയത്? കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിന്റെ കയ്യിലോട്ടല്ലേ. അയാളല്ലേ സ്വീകരിച്ച് ഞാൻ മടക്കി കൊടുത്തിട്ട് ഓനല്ലേ വാങ്ങിയത് എന്റെ കയ്യിൽ നിന്ന്, കാരണം ഓന എനിക്ക് വിറ്റ്. ഓക്കെ, അപ്പോ കൃഷ്ണയാണ് ആദ്യം വരേണ്ടത്. കൃഷ്ണ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് റിട്ടേൺ. ഈ പർച്ചേസ് റിട്ടേൺ നമുക്ക് റിട്ടേൺ ഔട്ട്വേർഡ് എന്നും പറയാം കേട്ടോ. റിട്ടേൺ ഔട്ട് ഞാനിവിടെ എഴുതിയെന്നേ ഉള്ളൂ. അത് ഇങ്ങനെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് അടിക്കരുത്. റിട്ടേൺ ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നറേഷൻ അല്ലേ, ബ്രാക്കറ്റ് ഇട്ടാണ്ട് അങ്ങനെയൊന്നും വിചാരിക്കരുതായിരുന്നു. റിട്ടേൺ ഔട്ട്.
ഓക്കെ, എന്താ റിട്ടേൺ ഔട്ട്, തിരിച്ച് ഔട്ടാക്കി, അങ്ങോട്ട് പോയി, തിരിച്ച് അങ്ങോട്ട് പുറത്തോട്ട് പോയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താ റിട്ടേൺ ഗുഡ്സ് ടു കൃഷ്ണ. നറേഷൻ എന്ത് ചെയ്താ, റിട്ടേൺഡ് ഗുഡ്സ് ടു കൃഷ്ണ എന്ന് എഴുതുക. റിട്ടേൺഡ് ഗുഡ്സ് ടു കൃഷ്ണ. ഇതാരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്? ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ശരിയാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ തല തിരിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ എന്തുകൊണ്ടാ സംഗതി എന്നുള്ളത് മനസ്സിലായിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തൊന്നുകൂടി ജസ്റ്റ് ബാക്കൗട്ട് പോയിട്ട് കണ്ടാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് 13-ാം തീയതിയിലുള്ള ട്രാൻസാക്ഷൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ 13-ാം തീയതി പർച്ചേസ്ഡ് മെഷീൻ ഫ്രം വോൾട്ടാസ് ലിമിറ്റഡ്. വോൾട്ടാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരു മെഷീൻ മേടിച്ചു. വോൾട്ടാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാ. അവരെടുത്ത് നിന്ന് നമ്മളൊരു മെഷീൻ മേടിച്ചു. മെഷീൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ കടയിൽ നിന്ന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല. കാരണം നമ്മളൊരു മെഷീൻ വിൽക്കുന്ന കടയാണെങ്കിൽ ആ മേടിച്ച മെഷീൻ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് അത് മേടിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വരുന്നത്, ആ നമ്മളെ സാധനം ബിസിനസ്സിലേക്ക് വരുന്നത് മെഷീനാണ്. അപ്പൊ ആ അസറ്റിനെ, ആ വരുന്ന സാധനത്തിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യണം, ബിക്കോസ് അത് അസറ്റ് ആണ്. 13-ാം തീയതി ഡേറ്റ് ഇടുക. മെഷീൻ അക്കൗണ്ട് DR. ഓക്കെ, വന്നത് മെഷീൻ അക്കൗണ്ട് DR. ഇനിയോ എന്താ, ആരെടുത്താ മേടിച്ച്? വോൾട്ടാസ് എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്താ. വോൾട്ടാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പരസ്യം ടിവിയിലൊക്കെ ഉണ്ടാവും വോൾട്ടാസിന്റെ. വോൾട്ടാസ് AC ഒക്കെ അല്ലെ. വോൾട്ടാസ് ലിമിറ്റഡ്. എത്ര രൂപയുടെ സാധനമാണ് മേടിച്ചത്? 2500. ഓ, അതിന്റെ ഇടയിൽ ഇവിടെ എമൗണ്ട് എഴുതാൻ വിട്ടുവരുന്നുണ്ട് അല്ലെ. റിട്ടേണിന്റെ 350 ആണേ. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, നമ്മളെ കയ്യിലുള്ളതല്ലേ. ഓക്കെ, ഇതാണ് എന്ത്, ഈ ട്രാൻസാക്ഷൻ. അപ്പോ ഇവിടെ കൃഷ്ണ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ എത്രയാണോ നമ്പർ കൊടുത്ത ആ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കണം. പർച്ചേസ് റിട്ടേൺ എന്നുള്ളത് പുതിയതാണ്, 8 കൊടുക്കുക. മെഷീൻ എന്നുള്ള 9 പുതിയതാണ്, വോൾട്ടാസ് പുതിയതാണ്, 10. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് പറയൂല, കാരണം എനിക്ക് നമ്പർ ഓർമ്മയില്ല, നിങ്ങൾ കറക്റ്റ് ഇട്ടോളണം. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ട്രാൻസാക്ഷനും അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാ വരിക എന്നുള്ളത് നോക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. 15-ാം തീയതി എഴുതിയ ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്ക്. ജോൺ റിട്ടേൺഡ് അസ്. ജോൺ റിട്ടേൺഡ് അസ്. ജോൺ നമുക്ക്, അസ് എന്ന് പറഞ്ഞാൽ നമുക്ക്, വി അല്ലെ, WE എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ, അതിന്റെ പാസീവ് ഫോം ആണ് അസ്, നമുക്ക്. നമുക്ക് സാധനം ജോൺ തിരിച്ചു തന്നു. ജോൺ നമുക്ക് സാധനം തിരിച്ച് നമ്മളെ കടയിലേക്ക് കൊണ്ടുതരണമെങ്കിൽ ജോൺ ആദ്യം നമ്മുടെ അടുത്ത് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടാവൂലേ. അതായത് നമ്മൾ അയാൾക്ക് വിറ്റിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്, നോക്ക്, 7-ാം തീയതിത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ജോൺ ഓൺ ക്രെഡിറ്റ് 400 രൂപയ്ക്ക് 7-ാം തീയതി നമ്മൾ ജോണിന് വിറ്റിട്ടുണ്ട്. ആ സാധനമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, 15 ആയപ്പോ അയാൾ തിരിച്ചു കൊണ്ടുതരുന്നത്. നിങ്ങൾ വിചാരിക്കൂ ഇത്ര സ്ഥലം കഴിഞ്ഞിട്ട് കൊണ്ടുതന്നാൽ തിരിച്ചെടുക്കോ? അങ്ങനെ ഒന്നും ഇവിടെ നോക്കണ്ടേ. അതൊക്കെ നമ്മളെ കണക്കുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെയല്ല. നമുക്കിവിടെ വിറ്റു, തിരിച്ചു തന്നാൽ അങ്ങനെ ചെയ്യണം, ഇതാണ് അറിയേണ്ടത്. ഓക്കെ, ഇവിടെ ജോൺ റിട്ടേൺഡ് അസ് ഗുഡ്സ് വർത്ത് ₹150 എന്നാണ് പറഞ്ഞത്. 150 രൂപയുടെ സാധനമാണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്നത്. അപ്പോ ജോണ് സാധനം തിരിച്ചു തന്നു, നമുക്ക് സാധനം ഇങ്ങോട്ട് കിട്ടുകയാണല്ലോ. അപ്പൊ ജോണിന്റെ അടുത്ത് ഇങ്ങോട്ട് സാധനം കിട്ടുക. ജോൺ എന്താ വിറ്റതാ? അല്ല, ജോണിന്റെ അടുത്ത് നമ്മൾ വാങ്ങിച്ചാണോ? വാങ്ങിച്ചെന്ന് വെച്ചാല് നമ്മൾ നേരിട്ട് പോയിട്ട് സാധനം മേടിച്ചാ ജോണിന്റെ അടുത്ത്? അല്ല, സെയിൽ ചെയ്ത സാധനം അയാൾ തിരിച്ചിങ്ങോട്ട് തന്നതാ അല്ലെ. സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്നുള്ളതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, കാരണം അത് ഇങ്ങോട്ട് വന്നതാണ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് DR അല്ലെ. ആരാ തന്നത്? ടു ജോൺ അക്കൗണ്ട്. എത്രയാ? നമ്മൾ ആദ്യം വിറ്റ് 400-ൻ്റെതായിരുന്നു, അതിൽ 150 റുപ്യന്റെ സാധനം ചങ്ങായി മടക്കി ഇങ്ങോട്ട് തന്നു അല്ലെ. നിങ്ങളെത്താന്ന് നിങ്ങൾ തിരിച്ചെടുക്കൂല അല്ലെ. ഒരാഴ്ച എങ്ങാനായി, ഇതിന് ബില്ലൊന്നുമില്ല, വേഗം വിട്ടോന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മളതൊന്നും നോക്കണ്ട. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ബിസിനസ്സിൽ കണക്ക് നമ്മൾ അക്കൗണ്ടന്റ് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സെയിൽസ് റിട്ടേൺ ഫ്രം ജോൺ. ഓക്കെ, 150. ഇനി 17-ാം തീയതിയിലുള്ള ട്രാൻസാക്ഷൻ നോക്ക്. ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് എത്ര ശരിയാക്കിയിട്ടുണ്ട്? നിങ്ങൾ ശരിയിട്ടോ, തെറ്റുണ്ടെങ്കിൽ ഇത് റെക്ടിഫൈ ചെയ്യണം, തിരുത്തണം. ഓക്കെ, 17-ാം തീയതി പെയ്ഡ് ഫോർ റിപ്പയറിംഗ് മെഷീൻ. നേരത്തെ ഒരു മെഷീൻ മേടിച്ചില്ലേ? എപ്പോ? 13-ാം തീയതി. 4 ദിവസം കഴിയുമ്പോൾ തന്നെ അതിന്റെ കഥ അടപടലം പൂട്ടി. അതായത് 17-ാം തീയതി അത് റിപ്പയർ ചെയ്യേണ്ടി വന്ന്, അതിനെന്തോ കേട് വന്ന്. ഇപ്പൊ 4 ദിവസമായി കേടും, ചിലപ്പോ അതിന് വാറണ്ടി ഒക്കെ ഉണ്ടാവും. ഇവിടെ വാറണ്ടി ഇല്ലാന്ന് വിചാരിച്ചോ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി, അത് റിപ്പയർ ചെയ്യേണ്ടി വന്ന് അതിന് എത്ര റുപ്യം കൊടുക്കേണ്ടി വന്ന്, 75 റുപ്യം കൊടുക്കേണ്ടി വന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മേടിച്ചു വെച്ചിട്ടുള്ള ഒരു അസറ്റ് റിപ്പയർ ചെയ്യുക, അതിന് പൈസ കൊടുക്കുക എന്ന് പറയുമ്പോൾ ചെലവാണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ റിപ്പയറിംഗ് മെഷീൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. ക്യാഷ് അതിന് പോയിട്ടുണ്ട്. എന്ത് ചെയ്യണം, മെഷീൻ റിപ്പയർ അല്ലെങ്കിൽ റിപ്പയറിംഗ് മെഷീൻ റിപ്പയർ എക്സ്പെൻസ് ആണ്, ചെലവാണ്. ടു ക്യാഷ് അല്ലെ, എത്ര റുപ്യ നമുക്ക് പോയത്, 75 റുപ്യ. നിങ്ങൾ LF കോളത്തിൽ ഫില്ല് ചെയ്തോളണേ. സെയിൽസ് റിട്ടേൺ ഇവിടെ എത്തിന് 9 10 നേരത്തെ എത്തിന് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇട്ടോളണം. എന്തെന്ത് ഇവിടെ ഇത് റിപ്പയറിംഗ് ചാർജ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാ, ക്ലോസ്ഡ്. ആ എൻട്രി കഴിഞ്ഞു. ഇനിയോ അടുത്ത് 19-ാം തീയതിയിലുള്ളത് നോക്കാം. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട്. ജോണിന് നേരത്തെ നമ്മൾ വിറ്റിരുന്നു 7-ാം തീയതി അല്ലെ. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ജോൺ 15-ാം തീയതി റിട്ടേൺ അടിച്ച് കുറച്ച് പൈസന്റെ സാധനം, പിന്നെ 19-ാം തീയതി ആ ബാക്കി പൈസ അങ്ങനെ തരാനുള്ള പൈസ ജോൺ ഇവിടെ തരികയാണ്. എത്ര തരുന്നത്, 200 രൂപ. അപ്പോൾ ജോണിന്റെ അടുത്ത് നിന്ന് നമുക്ക് ബിസിനസ്സിലോട്ട് പൈസ കിട്ടി. ജോൺ നമ്മുടെ ഡെപ്റ്റർ ആയിരുന്നു, അയാൾ ഇപ്പം പൈസ തരികയാണ്. ഓക്കെ, ക്യാഷ് കിട്ടുമ്പോൾ ഒന്നും നോക്കണ്ട, അസറ്റ് വരികയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് തന്നതാരാ, ടു ജോൺ അക്കൗണ്ട്. എത്രയാ, 200. ഓക്കെ, നറേഷൻ. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ, റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ, റൈറ്റ്. ഇതിൽ ആരൊക്കെ ശരിയാക്കി അത് കൃത്യമായിട്ട് നോക്കുക. എന്താണോ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് ആ സംഗതി റെക്ടിഫൈ ചെയ്യുക, തിരുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ്റെ അകത്തേക്ക് പോകാം. ബോട്ട് ഗുഡ്സ് ഫ്രം രാജൻ ഫോർ ക്യാഷ്. രാജന്റെ അടുത്ത് നമ്മൾ സാധനം മേടിച്ചു. ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നു, രാജനോ കബീർന്നോ കൃഷ്ണന്നോ പിന്നെ വോൾട്ടാസ്ന്നോ ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് കടത്തിനാണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കണം, വളരെ ശ്രദ്ധിക്കണേ. ബോട്ട് ഗുഡ്സ് ഫ്രം രാജൻ, രാജന്റെ അടുത്ത് സാധനം മേടിച്ചു, അത്രയും തന്നു കഴിഞ്ഞാൽ അത് കടത്തിനാണ്. പിന്നീട് ഫോർ ക്യാഷ് എന്ന് തന്നിട്ടുണ്ട് അവിടെ. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ രാജന്റെ അടുത്ത് സാധനം മേടിച്ചു, അദ്ദേഹത്തിന് നമ്മൾ ക്യാഷ് കൊടുക്കുകയും ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത്ര നേരവും പല ട്രാൻസാക്ഷന്റെ കേസിലും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞത് രാജനെന്നോ ആളെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത് കടത്തിനാണ് എന്നാണ്. ഇവിടെയും ആളെ പേര് തന്നിട്ടുണ്ടെങ്കിൽ കടത്തിനാണെന്ന് തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് ഫോർ ക്യാഷ്, പൈസ കൊടുത്തിട്ടുണ്ട്. രാജന്റെ അടുത്ത് സാധനം മേടിച്ചു, നമ്മൾ ക്യാഷ് പേ ചെയ്തു. ഫോർ ക്യാഷ് എന്ന് തന്നു കഴിഞ്ഞാൽ ആളെ പേര് തന്നിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ക്യാഷ് ട്രാൻസാക്ഷൻ, അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, പൈസ കൊടുത്താണ് മേടിച്ചത്, ആളെ പേര് തന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ അത് കടത്തിനല്ല. ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഫോർ ക്യാഷ് റൗണ്ട് ചെയ്ത് അവിടെ വെച്ചോ. എങ്ങനെയാണ് ഇത് ക്യാഷ് വന്നതെന്നുള്ളത് ഡൗട്ട് അടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ രാജന്റെ അടുത്ത് സാധനം മേടിച്ചു, പൈസ കൊടുത്തു, ഒന്നും നോക്കണ്ട. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു രാജൻ ഗിവർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഗിവർ എപ്പോഴും ക്രെഡിറ്റിൽ ചെയ്യാം. അക്കൗണ്ട് എത്ര രൂപന്റെ സാധന, 750. എഴുതിക്കൊള്ളണേ ലെഡ്ജറിൽ. പിന്നെ ഇതിന്ന് ബോട്ട് ഫ്രം രാജൻ, ബോട്ട് വാങ്ങി, ഫ്രം രാജൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഇത് ശരിയായിട്ടുണ്ടെങ്കിൽ ഓക്കെ ശരിയുടെ, അതിന് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണോ തെറ്റിയത് അത് ശരിയാക്കി എടുക്കാം. പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ്, എങ്ങനെയാണ് ഇത് വന്നത്, രാജൻ ക്രെഡിറ്റ് ആയത് എങ്ങനെയാണ്, പർച്ചേസ് ഡെബിറ്റ് ആയതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ അഡ്വാൻസ്ഡ് കുമാർ. 25-നാണ് ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. 25-ന് അഡ്വാൻസ്ഡ് ടു കുമാർ. കുമാറിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തു. അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വരുന്നുണ്ട്, അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് ഒരു 10 ബിരിയാണി വേണം. ഒരു കടയിൽ പോയിട്ട് പറയണത് ഞാൻ ഉച്ചക്ക് ഒരു 2 മണിക്ക് വരും, എനിക്ക് 10 ബിരിയാണി വേണം. അപ്പോൾ അവരെന്താ പറയുക, അഡ്വാൻസ് വേണം. അഡ്വാൻസ് വേണം എന്ന് പറഞ്ഞാൽ 10 ബിരിയാണിന്റെ പൈസ ഒരു 150 റുപ്യ കൂട്ടി കഴിഞ്ഞാൽ എത്രയാ, ഒരു 1500 റുപ്യ ഉണ്ടെന്നായിരിക്കും. അയാൾ ഒരു 500 റുപ്യ അഡ്വാൻസ് വേണം. നിങ്ങൾ 500 കൊടുക്കുമല്ലോ അന്നേരം തന്നെ. പിന്നെ ബാക്കി ഉച്ചക്ക് ആ ബിരിയാണി എടുക്കാൻ പോകുമ്പോഴാണ് 1000 റുപ്യ കൊടുക്കുക അല്ലെ. അപ്പൊ ആ കൊടുത്ത പൈസ നമുക്ക് അഡ്വാൻസ് എന്ന് പറയാം. ശരിക്കും പൈസ നേരത്തെ കൊടുക്കുകയാണ്. ഓക്കെ,
അപ്പോ ഇവിടെ നമ്മൾ ലോണ് കൊടുത്താണ്, ഇവിടെ ഒരു സാധനം വേണ്ടിയിട്ട് കൊടുത്തല്ല, വായ്പ കൊടുത്തായിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ അഡ്വാൻസിന് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോ കുമാറിന് 1500 റുപ്യന്റെ ലോണ് കൊടുത്തു. എങ്ങനെയാ? എന്റെ കയ്യിലുള്ള പൈസ അങ്ങോട്ട് പോയി അല്ലെ? ലോൺ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോണ് ബാധ്യതയുള്ള ലോണാണോ? നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ബാധ്യത അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്തത് തിരിച്ചടക്കേണ്ടത് എന്നൊക്കെ ലാബിലിറ്റി എന്നൊക്കെ പറയാം. ഇത് നമ്മൾ ഒരുത്തന് കൊടുത്തതാ. ആ ലോണ് ഒരിക്കലും നമ്മളെ ലാബിലിറ്റി അല്ല, നമുക്ക് തിരിച്ച് കിട്ടേണ്ട പൈസയാണ്, അത് അസറ്റാണ്. അപ്പൊ എപ്പം ലോൺ എന്ന് കണ്ടു കഴിഞ്ഞാലും ബാങ്ക് ലോൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ലാബിലിറ്റി ആണ് എന്ന് പറയാൻ പാടില്ല. ബിക്കോസ് ഞാൻ ഇവിടെ അങ്ങോട്ട് കൊടുത്താണ്, എന്റെ കയ്യിൽ നിന്ന് തൽക്കാലം ക്യാഷ് പോയതാണ്. ഇറ്റ് വിൽ ബി റിട്ടേൺ ബാക്ക് ടു മീ, അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആർക്കാ കൊടുത്തേ? കുമാറിനല്ലേ. എന്തായിട്ടാ കൊടുത്തേ? കൊടുക്കാനുള്ള പൈസ കൊടുത്ത അല്ല, ലോൺ ആണ്. കുമാർ ലോൺ, കുമാർ ലോൺ. ഇതൊരു അസറ്റ് ആണ് കേട്ടോ. നിങ്ങൾ എഴുതൊന്നും വേണ്ട അസറ്റ് എന്ന്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ പോയിന്റ് ചെയ്ത് തന്നേ ഉള്ളൂ. കുമാർ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ബ്രാക്കറ്റിൽ അഡ്വാൻസ്ഡ് ടു കുമാർ, അഡ്വാൻസ്ഡ് ടു കുമാർ അല്ലെ. എന്നിട്ട് എത്രയാ പൈസ? 1500. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഇതാരെങ്കിലും ശരിയാക്കിയിട്ടുണ്ടോ? ഇത് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവൂല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലോൺ എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കുമാറിന്റെ അടുത്ത് ലോൺ ഇങ്ങോട്ട് എടുത്താന്ന്. ഒരിക്കലും അല്ല, നമ്മൾ അങ്ങോട്ട് കൊടുത്താ. അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടേണ്ടതാ. സോ അസറ്റ് ആണ്. ബാങ്കിൽ നിന്ന് ലോൺ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് അടക്കേണ്ടതാണ്. സോ ലാബിലിറ്റി ആണ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് 28-ാം തീയതിയിലുള്ള ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് ക്യാഷ് ടു കൃഷ്ണ ഓൺ അക്കൗണ്ട്. നേരത്തെ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിന്റെ അടുത്ത് നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ റിട്ടേൺ ഒക്കെ ആക്കിയിട്ടുണ്ട്. ബാക്കി കുറച്ച് പൈസ ഇനിയും കൊടുക്കാനുണ്ടല്ലോ. ഇപ്പോ നമ്മൾ ആ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പെയ്ഡ് ക്യാഷ് ടു കൃഷ്ണ 500. കൃഷ്ണക്ക് നമ്മൾ പൈസ കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി. ആരുടെ കയ്യിലോട്ടാണ് കിട്ടുന്നത്? കൃഷ്ണ. കൃഷ്ണ എന്ന് പറയുന്നത് റിസീവർ ആണ്. സോ കൃഷ്ണ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് പെയ്ഡ് ടു കൃഷ്ണ എന്ന് എഴുതുക. പെയ്ഡ് ടു കൃഷ്ണ. ഓക്കെ, ഇവിടെ നേരത്തെ കുമാറിന് കൊടുത്ത പോലെ തന്നെ ഇവിടെ ഉള്ളു, പക്ഷെ രണ്ടും വലിയ വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഇവിടെ നമ്മൾ വായ്പ കൊടുത്താ, അതുകൊണ്ട് തന്നെ ഇതിന് അസറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തേ, തിരിച്ചും കിട്ടും. ഇവിടെ നമ്മൾ കൊടുക്കാനുള്ള പൈസയാ, അതൊരിക്കലും അസറ്റ് അല്ല, അതൊരു വലിയ ലാബിലിറ്റി ആയിരുന്നു. ഇപ്പൊ ആ ലാബിലിറ്റി കുറഞ്ഞതാ. അപ്പോ കാണുമ്പോൾ ഒരുപോലെ തോന്നുന്നു, ഇവിടെ കുമാറിന് കൊടുത്ത് ഇവിടെ കൃഷ്ണക്ക് കൊടുത്ത്, പക്ഷെ സംഭവം അതിന്റെ ഉള്ളിലുള്ളത് വലിയ വ്യത്യാസമുള്ള രണ്ട് സംഗതികളാണ്, രണ്ട് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ട്രാൻസാക്ഷനകത്തേക്ക് പോകാം. ശരി, ഇനി 3 ട്രാൻസാക്ഷൻ ആണ് ഈ സാം എന്ന് പറയുന്ന രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. 28-ാം തീയതി പെയ്ഡ് ക്യാഷ് ടു കൃഷ്ണ ഓൺ അക്കൗണ്ട്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, അടുത്ത് 29 വിഡ്രോ ക്യാഷ് ഫ്രം ഓഫീസ് ഫോർ പേഴ്സണൽ യൂസ്. ബിസിനസിന്റെ മേശയിൽ കുറച്ച് പൈസ കിടപ്പുണ്ടായിരുന്നു, നമ്മളത് എടുത്തു. എന്നിട്ട് അത് ബിസിനസ്സിലേക്ക് സാധനം മേടിക്കാനല്ല എടുത്തത്, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ പൈസ നമ്മൾ വിഡ്രോ ചെയ്തത്. പേഴ്സണൽ യൂസിന് ബിസിനസിന്റെ പൈസ എടുത്താൽ നമ്മൾ അതിനെ എന്ത് പറയും? എന്താ പറയാ? ഡ്രോയിങ്സ് അല്ലേ? അപ്പോൾ ഓണറാണ് എടുത്തത്, ഓണറുടെ കയ്യിലോട്ട് ആ പൈസ പോയി, ബിസിനസിന്റെ പൈസയാണ് പോകുന്നത്. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി എന്നും അത് കിട്ടിയത് ഓണർക്കാണ് എന്നും പറയാം. ആ ഓണർക്ക് കിട്ടിയത് നമ്മൾ ഡ്രോയിങ്സ് എന്നാണ് വിളിക്കുക. സം ഡ്രോയിങ്സ് അക്കൗണ്ട് DR ടു ക്യാഷ്. നമ്മളെ ബിസിനസിന്റെ ക്യാപിറ്റൽ ഇല്ലാണ്ടാക്കിയ സാധനമാണ് സം ഡ്രോയിങ്സ്. കാരണം ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പൈസ എടുത്ത് അയാളങ്ങ് കൊണ്ടുപോയി. അപ്പൊ അത്രയും പൈസ കുറഞ്ഞില്ലേ? ഇനി അത് തിരിച്ചു കിട്ടുമോ? പേഴ്സണൽ യൂസിന് എടുത്തല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഡ്രോയിങ്സ്. ഇനി എന്ത് ചെയ്യുന്നു? അതിന്റെ പൈസ എഴുതുക. എത്രയാ? 300. ഡ്രോയിങ്സ് എത്ര? 300 രൂപ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് പോകാം. പെയ്ഡ് റെന്റ് 31-ാം തീയതി.
റെന്റ് കൊടുത്തു. റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. ബിസിനസിന്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അല്ലെ? അപ്പൊ നമ്മുടെ പൈസ പോയി. നമുക്ക് ആ പൈസ എങ്ങനെയാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് റെന്റ്. റെന്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എത്രയാ? 500. ഓക്കെ, അപ്പോ അതാണ് റെന്റ് പെയ്ഡ് എമൗണ്ട് എഴുതുക. ഇത് എത്ര ആൾ ശരിയാക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കുക. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ആ ഡ്രോയിങ്സും അതിന്റെ മുകളിലോട്ടുള്ള അഡ്വാൻസ്ഡ് കുമാർ ലോൺ അതൊക്കെയാണ് കുറച്ച് വിഷമം അല്ലെ? ഇതൊക്കെ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവണം. ഇതൊന്നും തെറ്റാനേ പാടില്ല. കാരണം വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ ട്രാൻസാക്ഷനകത്ത് നമ്മൾ ഒരുപാട് ഇതുപോലത്തെ ചെയ്താണ്. അതിന്റെ മുന്നേ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ അത് റിസീവിങ് ഗിവിങ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോൾ അത് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ദി ഫൈനൽ ട്രാൻസാക്ഷൻ റിസീവ്ഡ് കമ്മീഷൻ ഫ്രം സുകുമാർ. 31-ാം തീയതി ബിസിനസ്സിലേക്ക് ഒരു കമ്മീഷൻ കിട്ടി. ആ കമ്മീഷൻ നമുക്ക് തന്നത് സുകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ആണല്ലോ വരുന്നത്. കമ്മീഷൻ എന്നിട്ട് എന്തോ പാക്ക് ചെയ്ത സാധനറ്റാ? അങ്ങനെയൊന്നുമില്ല, ക്യാഷ് ആണ്. റെന്റ്, കമ്മീഷൻ, ഡിസ്കൗണ്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നടക്കുന്ന സംഗതി ക്യാഷ് കൊടുത്ത് ക്യാഷ് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബിസിനസ്സിലേക്ക് കമ്മീഷൻ കിട്ടുന്നു. ക്യാഷ് ആണല്ലോ വരുന്നത്. അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇൻകം ആണ് നമുക്ക് ഇവിടെ വന്നത് മക്കളെ. കമ്മീഷൻ അക്കൗണ്ട് അല്ലേ? എന്ത് ചെയ്യാ? കമ്മീഷൻ റിസീവ്ഡ്. ഇത്രയേ ഉള്ളൂ ട്രാൻസാക്ഷൻ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം കറക്റ്റ് എഴുതണം, നിർബന്ധമാണ്. 250 രൂപയാണ് നമുക്ക് കമ്മീഷൻ വഴി കിട്ടിയത്. 250. ഇത്രയും ട്രാൻസാക്ഷൻ ആണ് നമുക്ക് രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ ചെയ്യാൻ ഉള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഡൗട്ട് അടിക്കേണ്ട കാര്യം ഒരു 2-3 ഇടത്തിലുണ്ട് ചെറുതായിട്ട്. ബാക്കിയൊക്കെ സെയിം നമ്മൾ ഇന്നലെ ചെയ്ത അതേ സാധനമാണ്. റിപ്പീറ്റ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, മെനക്കെടുക, ശരിയാക്കി എടുക്കുക. ഇതിനെ നമ്മൾ അണ്ടർ കൺട്രോളിലേക്ക് വരുത്തിക്കുക. അതല്ലാണ്ട് മറ്റൊരു വഴിയും നമുക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 ട്രാൻസാക്ഷൻ കൂടി നമ്മൾ ചെയ്യും. അപ്പോഴേക്ക് ഇതൊക്കെ വെരി ക്ലിയർ, സ്മൂത്ത് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. 8 മാർക്കല്ല, ഇതുമായിട്ട് അനുബന്ധ ചോദ്യങ്ങൾ വേറെയും വരും. അപ്പൊ അതൊക്കെ കൂടി ആകുമ്പോൾ ഒരു 8, 10, 12 മാർക്കിന്റെ അടുത്ത് എത്തും. ഏകദേശം ജയിക്കാൻ വേണ്ട മാർക്കിന്റെ പകുതി അല്ലെങ്കിൽ അടുത്തെത്തും. ഓക്കെ, ഞാൻ ഇത്രയിൽ പറയുള്ളൂ. നമുക്ക് 3ാമത്തെ ട്രാൻസാക്ഷൻ ആയിട്ട് അടുത്ത ക്ലാസ് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.